Pro Max 512 GB. Okay. വീഡിയോയില് ഫോൺ ഗാരേജിന്റെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ട് ഇയർബഡ് സ്വന്താക്കി നോക്കട്ടാ. മച്ചമരെ വേറെ 90+ ബാറ്ററി 1750, 90+ താഴെയാണെങ്കിൽ വെറും 1000. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കിഡിലൻ കമന്റും കാര്യങ്ങളും ഇട്ടോ. വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കിഡിലൻ ഇയർബഡ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. കമന്റ് ഇടൂ, ഇയർബഡ് നേടൂ. ഇന്റർനാഷണൽ വേർഷൻ എല്ലാം നിങ്ങൾക്ക് ഫോണിൽ ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നോക്കാൻ വേണ്ടി പറ്റും. ഫോണിൽ നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ നേരെ പോയി കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് 14 പ്രോയില് 512 GB സീറോ സ്ക്രാച്ചിൽ വരികയാണെങ്കിൽ 2350 3 വർഷം 93 ബാറ്ററി ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു പീസ് 93 ബാറ്ററി ഒറിജിനൽ കണ്ടീഷനിൽ കിട്ടി. ഷംസുനാണ് ആ ഒരു നമ്മളെ ഇയർബഡ് കൊടുക്കുന്ന മച്ചാമാരെ പിടിക്ക്. 14 Pro Max ജപ്പാൻ സ്പെക് ആണ്. ഇത് AS ഇതിന്റെ മുകളിലോട്ട് ഒരു ഗ്രേഡ് ഇല്ല. ഓക്കെ, അതാണ് ഈ സീറോ സ്ക്രാച്ച് എന്ന് പറയുന്നത്. അത്രയും ഹയസ്റ്റ് സെലക്ടഡ് സാധനമാണ്. പിന്നെ നമുക്കൊരു വലിയൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ ഒരു ഗിവ് അവേ ആയിട്ടല്ല. ഞാൻ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് സ്പെക്ക് വേണമെങ്കിൽ എടുത്തോ. ഇത് ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തേക്ക്, നോ പ്രോബ്ലം. നോക്കണ്ട വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക, TDRA. ഓക്കെ, TDRA എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും 88 ഉണ്ട്. സ്റ്റില് 88. ചാർജ് ചെയ്യണ എങ്ങനെ? ചിലവർ പറഞ്ഞ 80% വരെ ചാർജ് ചെയ്യുള്ളൂ. ഞാൻ പെർഫെക്റ്റിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഇതിന്റെ സിനിമാറ്റിക് ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്യാമറ വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഹായ്, വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോട്ടെ. നമ്മുടെ സ്വന്തം ഫോൺ ഗാരേജ് എത്തിയിരിക്കാൻ പോകുന്നുണ്ടോ? രാത്രി 11:30 ആയി. അപ്പൊ വീഡിയോക്ക് പോണതിന് മുമ്പ് ആർക്കൊക്കെയാണ് ഇയർബഡ് കിട്ടിയെന്ന് നോക്കാം നമുക്ക്. ആരൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയില് ഫോൺ ഗാരേജിന്റെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ട് ഇയർബഡ് സ്വന്താക്കി നോക്കട്ടാ. മച്ചമരെ വേറെ ലെവൽ ഇയർബഡ് നിങ്ങൾക്ക് കിട്ടുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഫോൺ ഗാരേജിന്റെ വീഡിയോ ആണ് ഈ കിടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഒന്ന് മിസ്സായി പോയി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സംഭവം ഒരാഴ്ച കൂടുമ്പോൾ എടുക്കണതാണ്. പക്ഷെ കഴിഞ്ഞ അപ്പോൾ ഇതിനു മുമ്പ് ഇട്ട ഫോൺ ഗാരേജിന്റെ വീഡിയോയിലെ ഒരുപാട് പേര് നല്ല കമന്റുകൾ എഴുതിയിട്ടുണ്ട്. അതൊരു കമന്റ് ചോദിക്കും, BBAയുടെ കൂടെ 2 മാസത്തിന് മുകളിൽ 2 മാസമായിട്ടുള്ളൂ, പുതിയ സബ്സ്ക്രൈബറാണ്. മികച്ച ഫോൺ വാങ്ങാൻ ഒരു ഫോൺ വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. കാണാൻ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരു ഗിഫ്റ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ. ഇനി പ്രതീക്ഷയില്ല, 2020 ജനുവരിയിൽ തീരാൻ പോകുന്നു. കൂടെ ഞാനും BBAക്ക് കൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ. 26 ലൈക്ക് ഉണ്ട് ഭാഗത്തിനിട്ടാ BBA. അപ്പോൾ ഇരിക്കട്ടെ, ഷംസുനാണ് ആ ഒരു നമ്മളെ ഇയർബഡ് കൊടുക്കുന്ന മച്ചന്മാരെ പിടിക്ക്. അല്ല, കിഡിലോ ഇയർബഡ് നിങ്ങൾക്ക് കിണ്ടിട്ടാ. ഷംസു നമ്മുടെ ഫോൺ ഗാരേജിൽ വരിക, മേടിക്കുക, കൊണ്ടുപോവുക, അടിപൊളി, എൻജോയ്. അപ്പോൾ അടുത്ത ആരാ നോക്കാം നമുക്ക്. വെറ്റെ ഇങ്ങനെ വില കുറച്ച് കൊടുത്താൽ പിന്നെ എങ്ങനെ വാങ്ങാതിരിക്കുക? ഇപ്പം 4 വർഷമായി കൂടിയിട്ട് ഇതുവരെയായിട്ട് ഒന്നും തന്നില്ല. പക്ഷേ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാനുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ. ബ്ലാക്ക് ഫോക്സ് 222 4 വർഷമായിട്ട് കൂടി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ കിഡിലൻ ഒരു ഇയർപോഡ് ഒരു നമ്മുടെ ബ്ലാക്ക് ഫോക്സിന് ഇരിക്കട്ടെ. അപ്പോൾ BBAയുടെ ഒപ്പം കൂടെ ഞങ്ങൾക്ക് വിഷമം ക്കിണ്ടി വരില്ല കേട്ടോ. അതാണ് നമ്മുടെ കളി. നമ്മുടെ ഫോൺ ഗാരേജിന്റെ വക നിങ്ങൾക്ക് കിഡിലൻ ഇയർബഡ് ആട്ടാ തരുന്നത്. ഇവിടെ ഒന്ന് മേടിച്ചാൽ മാത്രം മതി. ഓക്കെ, താഴെപ്പോട്ടെ. എവിടെ നമ്മുടെ ചെക്കന്മാർ 14 Pro 256 എബോവ് 90 ബാറ്ററി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റിലുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീൽ ചെയറിലാണ്, എനിക്കൊരു ജോലി ഇല്ല, ബട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കൊരു ഐവാച്ച് സെറ്റാക്കി തരുമ്പോൾ ഇവിടെ ഉണ്ടോ? ഓക്കെ, സീക്ക് കോണ്ടു എന്നൊരു ഇതുണ്ട് കേട്ടോ. ആപ്പിൾ വാച്ചൊക്കെ വില കുറഞ്ഞിട്ട് നമ്മുടെ ഫോൺ ഗാരേജിലുണ്ട്. അതിന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ മച്ചാനെ ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചോണെങ്കിൽ നമുക്ക് എല്ലാം റെഡിയാക്കാം. അതിലൊന്നും വിഷയമുള്ള കേസല്ല കേട്ടോ. ഖത്തറിൽ നിന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ BBAയുടെ വീഡിയോ കാണും. നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹത്തയിൽ നിന്നും അയക്കുന്നുണ്ട്. ഒരു ഫോൺ വാങ്ങിക്കാൻ സ്പെഷ്യൽ പ്രൈസ് ഇട്ട് തരണം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സായി കൃഷ്ണ മോൻ എന്ന് പറയുന്നത്. പിന്നെ ഖത്തറിൽ ഫോൺ ഗാരേജിൻ്റെ ഷോപ്പുണ്ട്. ഖത്തറിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഖത്തറിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി മച്ചന്മാരെ. അപ്പം അങ്ങനെ വേറെ ലെവലിൽ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കിഡിലൻ കമൻറ്റും കാര്യങ്ങളും കേട്ടോ. വേറെ ലെവലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കിഡിലൻ ഇയർബഡ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. കമൻറ്റ് ഇടൂ, ഇയർബഡ് നേടൂ. അപ്പം ജിമ്മിന് വന്നുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തിയാണ്. ജിമ്മിന് അർജന്റായിട്ട് വന്നതാണ്. അർജന്റാ വേറെ ലെവലിൽ വർക്കൗട്ടാണ് കളിയാന്ന് പറയുന്നത് അല്ലേ? വേറെ ലെവൽ സെറ്റപ്പാ. ഓക്കെ, അതിന് മുമ്പ് വർക്കൗട്ട് പിന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓഫർ നമ്മൾ കൊടുക്കുന്നത് 15 സീരീസ് തന്നെ കൊടുക്കുന്നത്. 15 സീരീസ് മാത്രം ഓഫറിൽ കൊടുക്കുന്നത്. 15 സീരീസ് ഉണ്ടോ ഇരിക്കണ? എത്ര കൊടുക്കും നമ്മള്? 3130 512 GB
512 GB 3130 3130 ദിർഹത്തിനാണ് 3130 ദിർഹത്തിന് 512 GB എത്ര പെർസെന്റേജ് അതിൽ 89 ആയിരിക്കുന്നത്. ഓക്കെ, അതിന് വോട്ടുണ്ട് 90 പ്ലസ് ഉള്ള സ്റ്റോക്ക് ഉണ്ട്. 90 പ്ലസ് ഉള്ള സ്റ്റോക്ക് കൊടുക്കുക. 90 പ്ലസ് ഉള്ള സ്റ്റോക്ക് ആണ് 3000 ഏതെടുത്ത് കഴിഞ്ഞാലും 3130 3130 ദിർഹത്തിന് നിങ്ങൾക്ക് കിട്ടും മച്ചാമാരെ. 512 GB 512 GB ഇട്ടാ. അപ്പൊ ഇതിലെ ടാബ് ഇല്ല നമുക്ക് ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാം. അപ്പൊ ഈ ആഴ്ചത്തെ കിഡിലെ ഓഫേഴ്സ് ആണ് കേട്ടോ. ഓക്കെ ഡൺ. അടുത്ത് നെക്സ്റ്റ് 14 Pro 256 GB. 14 Pro 256 ഈ മാസം ശമ്പളം കിട്ടിയിട്ടുണ്ടോ? ആദ്യം വിളിക്കുന്നവർക്ക് 2050 ഒരു പീസ് കൊടുക്കും. ആദ്യം വിളിക്കുന്ന ആൾക്ക് 2050 ഉണ്ട് സ്പെഷ്യൽ ഓഫർ. ഓക്കെ, സ്പെഷ്യൽ ഓഫർ അല്ലേ? അതെ, എല്ലാവർക്കും ശമ്പളം കിട്ടാൻ പോവാണ്. കിട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു 10ാം തീയതി ശമ്പളം കിട്ടുമായിരിക്കും എല്ലാവർക്കും. അതിന് വേണ്ടിട്ട് ഞങ്ങൾ സ്പെഷ്യൽ കൊടുക്കും നമ്മള്. ഫോൺ ഗാരേജിന്റെ സ്പെഷ്യൽ ഡീലാണ് ഇതാ പിടിക്കുന്നത്. ആദ്യം വരുന്ന ആൾക്കാണ് ഈ ചാനൽ. ഓക്കെ, അടുത്തത് 256 GB നോർമൽ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 2130 നമ്മുടെ പ്രൈസ് 2130. ഓക്കെ, ഇതിൽ ഏതെടുത്താലും 2130. ഓക്കെ, 2130 2150 ദിർഹത്തിന് നിങ്ങൾക്ക് ഇതാ സാധനം 2130 ഏതെടുത്ത് കഴിഞ്ഞാലും 14 Pro 2130 2130 ഏതെടുത്താലും. ഓക്കെ, 2130 ദിർഹത്തിന് കേട്ടോ വശന്മാരെ. ഏതെടുത്താലും പറഞ്ഞാല് ഇതെല്ലാം 14 Pro അല്ലേ? 14 Pro ബാറ്ററി അങ്ങനെ കണ്ടീഷനിങ് ഡിപ്പെൻഡിങ് ഒന്നുമില്ല. ഏതെടുത്ത് കഴിഞ്ഞാലും നത്തിങ് ചേഞ്ച്. 2130 റംസിന് 256 GB. 2130 ദിർഹത്തിനാണ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഫുള്ള് നമ്മളിവിടെ നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 14 Pro ആണ് 256 GB ആണ് അല്ലേ? ഇതില് ഇനി നെക്സ്റ്റ് 14 Proയില് 512 GB സീറോ സ്ക്രാച്ചിൽ വരികയാണെങ്കിൽ 2350 വരും. ഈ 3 കളറ് 2350 2350 ഉള്ളൂ. ഒരു സ്ക്രാച്ചും ഇല്ല. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. ഡബിൾ പ്ലസ് കണ്ടീഷൻ. 512 GB 14 Pro നിങ്ങൾക്ക് ആകെ എത്ര കൂടുതലുള്ളൂ? 256 ഒരു 150 കൂടുതലല്ലേ? വെറും 150 ദിർഹേ കൂടുതലുള്ളൂ. 512 GB 14 Pro ആണ് കേട്ടോ മച്ചാമാരെ. ഓക്കെ ഡൺ. അടുത്തത് 15 Proയില് ജസ്റ്റ് ആക്റ്റീവ് സീറോ സൈക്കിൾ കൗണ്ട്. സൈക്കിൾ കൗണ്ടിൽ അത് കൊടുക്കും വെറും 3150 കിട്ടോ. സീറോ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചാർജോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലാത്ത നോൺ ആക്റ്റീവ് സാധനം 3000. നോൺ ആക്റ്റീവ് അല്ല, ജസ്റ്റ് ആക്റ്റീവ്. ലൈക്ക് നോൺ ആക്റ്റീവ് അൺയൂസ്ഡ് ഫോൺ. അൺയൂസ്ഡ് ഫോൺ നിങ്ങൾക്ക് വെറും 3150. എത്ര GB? 256 GB ഈ സാധനം. 512 GB പോയാണെന്നുണ്ടെങ്കിൽ 3350. 512. ഓക്കെ, 3350. ഇതിന്റെ സെയിം സാധനം 512 GB ഇരിക്കുന്ന സാധനം ഇട്ടത്. നമുക്ക് നമ്മുടെ ക്യാമറമാൻ തകർക്കാണ്. ഈ സാധനം നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഓഫറിന് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഫോണാണ് കേട്ടോ. 512 GB ജസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള, ജസ്റ്റ് ആക്റ്റീവ് അല്ല, 4+, 5+, 6+ കണ്ടീഷൻ സാധനങ്ങൾക്ക് നല്ല കിഡിലെ ഓഫറിലാണ് 512 GB ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞെങ്കിൽ 13 iPhone 13 സീറോ സ്ക്രാച്ച് 1375. 1375 രൂപത്തിന് iPhone 13 ഉണ്ട് നിങ്ങൾക്ക്. iPhone 13 സീറോ സ്ക്രാച്ച്, നോ സ്ക്രാച്ച്, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാതെ സെറ്റ് സാധനം. ഓക്കെ ഡൺ. അടുത്ത് നെക്സ്റ്റ് കൊടുക്കും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ടേക്ക് തന്നെ പോവാം. 14 Pro Maxൽ 512 GB. ഓക്കെ 512 GB നമുക്ക് സീറോ സ്ക്രാച്ചുള്ള സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റും 2650. ഓക്കെ, സീറോ സ്ക്രാച്ച് 2650 കേട്ടോ. 2650 ദിർഹത്തിന് സീറോ സ്ക്രാച്ച് ഉള്ള സാധനം. അതിൽ അബോവ് 95+ ബാറ്ററി ആൻഡ് ബിലോ 90+ ബാറ്ററി ഉണ്ട്. ഡിപെൻഡിങ് ഓൺ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എല്ലാം സീറോ സ്ക്രാച്ച് ആണ് ഓൾമോസ്റ്റ് വരുന്നത്. ഈ 512 GB സീറോ സ്ക്രാച്ച് ബിലോ 90 ആണെന്നുണ്ടെങ്കിൽ 2650. അബോവ് 95+ ഒരു 3-4 പീസ് ഉണ്ടാവും. അത് വരുമ്പോൾ 2800. 2800 രണ്ട് പ്രൈസ് വന്നിട്ട്. അബോവ് 90 ഉണ്ട്, ബിലോ 90 95+. 97, 98 അതൊന്ന് ക്ലിയർ ആയിട്ട് 14 Pro Max ആണ് 512 GB. ചെറിയ വലിയ കളി മാത്രം. iPhone 14 Pro Max 512 GB ഡീപ് പർപ്പിൾ സീറോ സ്ക്രാച്ച്. സാധനത്തിന്റെ കണ്ടീഷൻ നോക്കിങ്ങൾ വേറെ ലെവല്. ആപ്പിളിന്റെ കിട്ടില്ല സാധനം. ഓക്കെ ഡൺ. അടുത്ത നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന 13 Pro 256 GB. ഇതിൽ കുറച്ച് പീസ് കിട്ടിയാൽ 10-60 പീസ് വന്നതിൽ 91, 92 ഒരു 3-4-5 പീസ് കാണുന്നുണ്ട്. കുറെ പീസ് ഒന്നുമില്ല, 3-4-5 പീസ് വന്നിട്ടുണ്ട്. 91, 92, 93 ഒരു 50 പീസ് വന്നതിൽ 4 പീസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ 85, 86, 87 റേഞ്ചിലാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല, പാർട്സും കാര്യങ്ങളൊന്നും ചെയ്തില്ല. പ്രൈസ് വരുന്നത് 1650 ആണ് വരുന്നത്. 1650 ദിർഹംസ് മുകളിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90+ ബാറ്ററി അതും കിട്ടും. 1750 കിട്ടും. 90+ ബാറ്ററി 1750. 90+ താഴെയാണെങ്കിൽ വെറും 1750. 90+, 1650 നോർമൽ. അത് 84, 85, 86, 87, 88.
ഓക്കെ, ഇതാ സാധനത്തിന്റെ കണ്ടീഷൻ കാര്യങ്ങൾ 13 Pro സീരീസ്. ഇപ്പൊ 13 Pro സീരീസ് എടുക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? 13 Pro സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും അല്ല, വരപ്രശ്നം ഒരു പറയണ്ടല്ലോ, അത് ഇപ്പൊ ഉണ്ടോ? ഞാൻ ഒറ്റൊരു കാര്യം പറയാം, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ 13 സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് 13 Pro കൂടുതൽ നിൽക്കുന്നു? അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാഗ്രാമില്. എന്ത് പറഞ്ഞാലും ഈ ഒരു മോഡലിന് ആൾക്കാർ ക്യൂ നിൽക്കും. ക്യൂ ആണ്. എന്തുകൊണ്ട് 13 Proക്ക് ക്യൂ നിൽക്കുന്നു? ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷേപ്പ്, ഒരു വൃത്തി, ഒരു സ്ലിം ആയിട്ട് വരുന്ന 3 കണ്ണ് ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞാല് കണ്ടീഷനും കാര്യങ്ങളും ഷേപ്പ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റിലാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ഇതിന്റെ സിനിമാറ്റിക് ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്യാമറ വെച്ചാ മതി. ജസ്റ്റ് ഇങ്ങനെ പക്ക ലെവല് സാധനം. അന്നും ഇന്നും ഇപ്പൊ സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ 13 Pro Max ആണ്. മാറ്റിയില്ലല്ലോ? ഇല്ല, ഞാൻ മാറ്റിയില്ല. 13 Pro Max ആണ്. 13 Pro Max നോക്കിയത്. 13 Pro Max സാധനം നോക്കി. അപ്പൊ 13 Pro Max, 14 Pro Max, 15 Pro Max, 16 Pro Max വന്നിട്ട് നിങ്ങൾക്ക് 13 Pro Max ഇഷ്ടം? പൈസന്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ സാധനം തന്നെയാണ്, കംഫർട്ടാണ്, ഉപയോഗിക്കാൻ ഓക്കെയാണ്. ഞാൻ ഇന്നും പറയുന്നു, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ 13 Pro Max തന്നെയാണ്. 13 Pro, 13 Pro Max അതിന്റെ തന്നെ ഫീച്ചേഴ്സ് ആണ് 14ലും 15ലും 16ലും ഏകദേശം വന്നിരിക്കുന്നത്. വലിയ വ്യത്യാസം. പിന്നെ അപ്ഗ്രേഡ് ചെയ്യാം. ആപ്പിളിന്റെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഓരോ വർഷത്തിലും അപ്ഗ്രേഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാം, ഈ 4 വർഷം പഴക്കമുള്ള ഒരു ഫോൺ എടുത്തിട്ട് നിങ്ങൾ 90 അല്ലെങ്കിൽ ഒരു 3 വർഷം 93 ബാറ്ററി ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു പീസ് 93 ബാറ്ററി ഒറിജിനൽ കണ്ടീഷനിൽ കിട്ടി. ആ സാധനം നിങ്ങൾ 4 വർഷം ഒരു 2 വർഷമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവും. യൂസേജിനനുസരിച്ച് മാത്രമല്ല, അത് ആപ്പിൾ എന്തായാലും ഡിഗ്രേഡ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഓരോ വർഷം ഓരോ മോഡൽ ഇറക്കുന്നത് എന്തിനാണ്? അത് കസ്റ്റമർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, ഓരോ പുതിയ ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. ഇത് 5 കൊല്ലം 6 കൊല്ലം ഒരേ മോഡൽ ഉപയോഗിക്കുമ്പോൾ ഇതെന്റെ ബാറ്ററി ഇത്രയാണ്, ഒരു മാസം കൊണ്ട് 1 കുറഞ്ഞ് 2 കുറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറിജിനൽ ബാറ്ററി ആയാലും അസ്ലി ബാറ്ററി ആയാലും അത് കുറയേണ്ടത് കുറയും, 1-2% എന്തായാലും കുറയും. അപ്പൊ അത് എപ്പോഴും മൈൻഡിൽ വെക്കരുത്. ഈ 5 വർഷം എനിക്ക് ഇത് ഉപയോഗിക്കണം, പക്ഷെ ഇത്ര മാസമാകുമ്പോൾ കുറയും. കാരണം എന്തായാലും അതിനെ കൊണ്ടുവന്ന കാര്യം ആപ്പിൾ എന്തായാലും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫോണുകളെല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരെയാണ് കൺട്രോൾ, വേറെ ആരും ഇല്ല. ഏകദേശം ഇപ്പൊ എത്ര സമയം കഴിയുമ്പോൾ ഈ ബാറ്ററി മാറ്റേണ്ടത്? ബാറ്ററി മാറ്റിയ പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല, ബാറ്ററി മാറിയതിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അതങ്ങനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതിന്റെ കുഴപ്പം, വേറൊരു കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. നമ്മളിപ്പോ ചിന്തിക്കുന്നതാണ് ഒറ്റ കുഴപ്പം. ഞാനിപ്പോ പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാറ്ററി മാറുകയാണെങ്കിൽ ഞാൻ മാറും. എനിക്കറിയാം ഇത് എന്ത് ബാറ്ററി മാത്രമേ മാറുന്നുള്ളൂ. ബാറ്ററി മാറുമ്പോൾ ഡാറ്റ പോകില്ല. ഇത് ഞാനിപ്പോ 2 വർഷത്തിന് മുകളിൽ ഉപയോഗിക്കുന്നു. ബാറ്ററി പെർസെന്റേജ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ബാറ്ററി പെർസെന്റേജ് എത്രയാ? 88 ആണ്. 88 ഇപ്പോഴും ഉണ്ട്. 88 ഉണ്ട്. സ്റ്റില് 88. നിങ്ങൾ ചാർജ് ചെയ്യണ എങ്ങനെ? ചിലവർ പറഞ്ഞ 80% വരെ ചാർജ് ചെയ്യുള്ളൂ, 20% താഴെ ചാർജ് ചെയ്യില്ല. അങ്ങനെ കൺസെപ്റ്റ് ആണ്, ഓരോ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ആണ്. കുറെ ആൾക്കാർ ഒരു 80 നിർത്തണം, 90 നിർത്തണം, അങ്ങനെ ഒന്നും ഇല്ല. പണ്ടൊക്കെ ആപ്പിൾ ഒരു ഫോൺ ഇറങ്ങുന്ന സമയത്ത്, ഒരു പീസ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ ആപ്പിൾ ഇറക്കിയില്ല. ഞാൻ ഇപ്പോഴും പറയാം. പിന്നെ ഓരോ ടെക്കികൾ പറയുന്നതാണ്. ഇൻക്ലൂഡിങ് ഇപ്പൊ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ടെക്കികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫീച്ചർ ഒക്കെ കണ്ടിട്ട് അവർ ഉപയോഗിച്ചതിന്റെ പേഴ്സണൽ റിവ്യൂ ഇതൊക്കെ വെച്ചിട്ട് പറഞ്ഞു. ആപ്പിള് പറയുന്നില്ല എന്ത് ഇത് ഇറക്കണ ദിവസം പറയില്ലേ 80 പ്രാവശ്യം ചാർജ് ചെയ്താലേ പറ്റൂ, അല്ലെങ്കിൽ 16 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചാർജ് പോകുന്നുണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന തേർഡ് പാർട്ടായിട്ട് വരുന്ന ആൾക്കാർ കണ്ടുപിടിക്കുന്നില്ല, തേർഡ് പാർട്ട് ആപ്ലിക്കേഷൻ. ഇതൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പെർമനന്റ് അല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 80% മുകളിൽ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി മാറണം എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്ഷനാണ്. ആൻഡ്രോയിഡ് ഫോണിന്റെ ആണെങ്കിൽ ബൾജ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബാറ്ററി പ്രശ്നമാണ്. ആപ്പിളിൽ ഇപ്പം ബൾജ് ആവില്ല, റെയർ ഓഫ് ദ റെയർ. ഓക്കെ, ഒന്നാറ്റം വരും, റെയർ ഇതായിട്ട് വരും, ബൾജ് ആയിട്ട് വരും. അല്ലാണ്ട് 80 ബിലോ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോയിട്ട് ബാറ്ററി മാറാൻ നിർബന്ധമൊന്നുമില്ല. 77, 76, 73 ഉപയോഗിക്കുന്നവരുണ്ട്. 53 ഒക്കെ എൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട് ഞാൻ 12 Pro ആയിട്ടും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമെന്ന് വെച്ചാൽ ബാറ്ററി നിൽക്കൂല. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വേറൊരു ഫോൺ ഉണ്ട്, കമ്പനി ഫോണായിട്ട് ഉപയോഗിക്കുന്ന 12 Pro ഉണ്ട്. അതിന്റെ ബാറ്ററി വരുന്നത് 77 ആണ്. പക്ഷെ അത് ചാർജ് നിൽക്കുന്നില്ല, ഒരു ദിവസം പോലും നിൽക്കുന്നില്ല. 77 ഉണ്ടെങ്കിൽ ചാർജ് നിൽക്കുന്നില്ല, 77 നിൽക്കുന്നില്ല. ബാറ്ററി മാറി കഴിഞ്ഞാൽ നല്ലൊരു ബാറ്ററി മാറിയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ബാറ്ററി മാറുന്ന സമയത്ത് ലോക്കൽ ബാറ്ററി മാറാണ്ട് നല്ല ബാറ്ററി വിത്ത് സ്ട്രിപ്പ് അടക്കം മാറാൻ വേണ്ടി നോക്കുക. ബാറ്ററി വെച്ച് കാണുന്നത് ബാറ്ററിന്റെ പൈസ കുറവാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓടിപ്പോയി വാങ്ങാൻ നിൽക്കുക. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഏകദേശം നല്ല ബാറ്ററി ഇപ്പൊ മാറ്റണ ഇപ്പൊ ഷോപ്പുകളിൽ പോകണ ആപ്പിൾ ഇപ്പൊ പഴയ ഫോണുകൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ പഴയ 12 Pro ഉണ്ട് വിചാരിക്കുക, അത് ആപ്പിൾ സ്റ്റോർ കൊണ്ടുപോയാൽ അവരും മാറ്റി ബാറ്ററി മാറ്റി തരും. 13 സീരീസ് ഒക്കെ 12 സീരീസ് എബോവ് വരുന്നത് 369 ആണ് തോന്നുന്നു.
369 ദിർഹം ഒരു ബാറ്ററിക്ക് ഉണ്ട്. ബാറ്ററിക്ക് ഉണ്ട്. 369 ദിർഹം ആപ്പിൾ ബാറ്ററിക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിലെന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ വാറണ്ടിയും കൂടി ഉണ്ട്. അതിൽ 3 മാസം മാത്രമേ വാറണ്ടി കൊടുക്കും. ഓക്കെ, ആപ്പിൾ സ്റ്റോർ ഇപ്പൊ സ്റ്റോറിന്ന് മാറി കൊടുക്കുന്ന സാധനത്തിന് നമ്മള് ബാറ്ററിക്ക് 3 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് ബാറ്ററിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ബാറ്ററി മാറിയ ഫോൺ ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറി കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 13 Pro നല്ലൊരു ഓഫറിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ. ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു ധാരണ 84 എടുത്തു കഴിഞ്ഞാലും 85 എടുത്താലും നിൽക്കൂല, കുറേ ചോദ്യങ്ങളാണ്. പിന്നെ ഞാൻ എടുത്തു വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരുടെ ധാരണയുണ്ട് TDRA എന്താന്ന് പോലും അറിയില്ല. TDRA എന്താന്ന് പോലും അറിയില്ല. ആക്ച്വലി BBA എന്താണ്? ബിനു ബേബി എബ്രഹാം. ബിനു ബേബി എബ്രഹാം BBA എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. BBA കോഴ്സ് പഠിപ്പിക്കാൻ നമ്മള് മീൻസ് അത് എന്താണെന്ന് ആൾക്കാർ എന്താണ് BBAന്റെ പേജിൽ ക്ലിക്ക് ചെയ്ത ബിനു ബേബി എബ്രഹാം അവിടെ താഴെ ഉണ്ട് ഇല്ലേ? അത് കയറി നോക്കുന്നില്ല. അതായത് ഈ TDRA എന്താണ്? TRA പണ്ട് TRA ആയിരുന്നു, ഇപ്പൊ TDRA ആയി. ഈ TDRA എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നോക്കണ്ട വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക, TDRA. ഓക്കെ, TDRA എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരും. ഇനിയിപ്പോ TDRA ഇപ്പൊ TDRA ദുബായ് ഇതിന്റെ ഫുൾ ഫോം ആണ്. ഈ TDRA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം കറക്റ്റ് കിട്ടണേ മോനെ, ഒരാൾക്കും ഇനി ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എന്താണ് TDRA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ നമ്മുടെ ഷോപ്പിന്റെ കുറെ ഫോട്ടോസ്, ഒരു ഓഫീസ്, TDRA നമ്മളെ ഇവൻ പറയുന്ന പോലെ ഒരു ഓഫീസ്. ഇതാണ് ഈ TDRA എന്ന് പറയുന്ന സംഭവം. TDRA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം നിങ്ങളിവിടെ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി. അതിന്റെയാണ് TDRA ഷോർട്ട് ഫോം, ദുബായ്. ഓക്കെ, വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യത്തും അതാത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ട്, അതായത് ഇവിടുത്തെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ട് ഇവിടെ വിൽക്കാം. ഓക്കെ, ജസ്റ്റ് സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെറുങ്ങനെ എടുത്തിട്ട് പോകുന്ന MIന്റെ ഇത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് പോകുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ മെട്രോയിൽ കത്തിയിട്ടൊക്കെ പ്രശ്നമായിട്ട് ഗവൺമെന്റ് അപ്രൂവ് ഇല്ലാത്ത സാധനമാണ്. അത് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തത് ഇല്ലേ? അപ്പം ഈ അപ്രൂവ് ഇല്ലാത്ത സാധനത്തിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ആക്ഷൻ എടുക്കും. ഇതുവരെ അങ്ങനത്തെ ഒരു ആപ്പിളിൽ അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല. സ്പെക്കലി ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിന്റെയൊക്കെ മെയിൻലാൻഡ് വരുന്നത് ചൈനയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ മെയ്ഡ് എനിക്കൊരാളുണ്ട്, ഞാൻ അയാൾ പേഴ്സണലി ഇതാക്കി പറയുന്നില്ല, സൗദിയിലെ ഒരാളാണ്. ഒരു 2 വർഷമായിട്ട് എന്നും ഞാൻ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ വരും മെയ്ഡ്. ഒരു 16 പ്രാവശ്യം, ഒരു 100-160 പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മെയ്ഡ് എന്ന് ചോദിക്കുന്നത്. മെയ്ഡ് വരുന്നത് കംപ്ലീറ്റ്ലി ചൈന, കംപ്ലീറ്റ്ലി ചൈന, മാനുഫാക്ചർഡ് കംപ്ലീറ്റ് ചൈനയാണ്, ഡിസൈൻഡ് ബൈ ഓൺലി കാലിഫോർണിയ. ഓരോ കൺട്രിക്ക് ഓരോ സ്പെക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊരു കൊല്ലന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന രീതിയിൽ ചെയിൻ ഉണ്ടാക്കി തരുന്ന പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ഞാൻ ഒരു കൊല്ലം എടുത്ത് പോയിക്കാൻ എനിക്ക് ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിൽ, എനിക്ക് ഇവിടെ ഒരു പുള്ളി വേണം, എനിക്ക് ഇവിടെ കുത്ത് വേണം, അല്ലെങ്കിൽ ഇത് വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഉണ്ടാക്കി തരും. അത്രേ ഉള്ളൂ. അപ്പോൾ അതാത് ഗവൺമെന്റ് ഏത് രാജ്യക്കാര് ആപ്പിളിൽ പറയുന്നത് ഇന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഫേസ് ടൈം വേണ്ട, ഫേസ് ടൈം നമുക്ക് UAE വേണ്ട. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. എന്താണ് നിങ്ങൾക്ക് ഈ TDRA എന്ന് പറയുന്ന ഈ സംഭവം, TDRA UAE സ്പെക്ക്, UAEക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ സ്പെക്ക്. അതായത് എല്ലാം സെയിം ആണ്, ചില കാര്യങ്ങൾ മാത്രം ചെറിയ വേരിയേഷൻ ഉണ്ടാവും, വേറെ ഒന്നും വ്യത്യാസമില്ല. ഫോണിന്റെ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നുമില്ല. 100% ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അത് നിങ്ങളുടെ തോന്നലുകളാണ്, വെറും തോന്നലുകളാണ്. സ്റ്റിൽ ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ 2010 മുതലാണെന്ന് തോന്നുന്നു, 10, 11, 12 മുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഐഫോൺ. 10 മുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്പെക്ക് ഓൾമോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അറിയാത്ത രാജ്യത്തിന്റെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഇതും എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടാണ്ടോ ക്യാമറ ക്വാളിറ്റി കിട്ടാണ്ടോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നിങ്ങളുടെ തോന്നലുകളെ കുറിച്ച് എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഓരോ സംഘം ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഓരോ ആൾക്കാരുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ സ്റ്റിൽ ഗേൾ ഫാൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, ഗേൾസ് ഫാൻസ് ഉണ്ടെങ്കിലേ ബോയ്സ് ഫാൻസ് ഉണ്ട് ഒരുപാട്. നമുക്ക് ആകെ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഐഫോണിനെ പ്രണയിക്കുന്ന, പിന്നെ ജിമ്മിനെ പ്രണയിക്കുന്ന. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് സ്പെക്ക് വേണം എടുത്തോ.
ഇത് ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തേക്ക്, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ സ്ക്രോളും ചെയ്തേക്ക്, നോ പ്രോബ്ലം. വ്യക്തമായിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് മാത്രം ഇവിടെ പറയും. ഒരാളെയും ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് പുഷ് ചെയ്യില്ല. ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എടുക്കാം, പ്രൈസ് ഇത്രയാണ് വരുന്നത്, മാക്സിമം ഇത്ര ചെയ്തു തരാം, ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എടുക്കാം, എടുക്ക് വാങ്ങ് എന്നിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് നിങ്ങളുടെ സ്റ്റോർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ വന്നു ഓക്കെ ആണ്, സർവീസ് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. ഇനിയേറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ സർവീസ്. ഓക്കെ, അപ്പം ഇനി ഏത് സ്പെക്ക് വേണമെങ്കിലും എടുത്തോ. നിങ്ങൾക്ക് പുതിയ ബ്രാൻഡ് ന്യൂ എടുക്കുന്ന സമയത്ത് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, TDRന്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ബ്രാൻഡ് ന്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 year വാറണ്ടി 100% നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഇടങ്ങാറും ഇല്ലാണ്ട്, ഒരു പ്രശ്നങ്ങളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, പോയ ഉടനെ നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ കിട്ടണം എന്നുണ്ടെങ്കിൽ UAE സ്പെക്ക് ആണ് ബെറ്റർ. പുതിയ ഫോണിൽ ബിക്കോസ് ഇത് രാജ്യം UAE ആണ്. ഏത് രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് ആ രാജ്യത്ത് ഉള്ള അതായത് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്, അതായത് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മുൻഗണന കൂടുതലായിരിക്കും. അത് പുറത്തെ രാജ്യത്തെ ജപ്പാൻ അല്ലെങ്കിൽ UK ഇത് ബേസ് ചെയ്തിട്ടുള്ള രാജ്യത്തെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പോയിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് അത് ഗിഫ്റ്റ് കിട്ടിയതാണ് പറയേണ്ടി വരും. അതായത് വേറെ പറയേണ്ടി വരും. ആപ്പിളിന്റെ ഇന്റർനാഷണൽ വാറന്റിയാണ്, ഏത് വേർഷൻ ആണെങ്കിലും കിട്ടും. പക്ഷേ പിന്നെ ഇന്റർനാഷണൽ വേർഷൻ ആൻഡ് മിഡിൽ ഈസ്റ്റ് വേർഷൻ, ഓക്കെ, 2 വേർഷൻ. ഇതാണ് മെയിൻ ആയിട്ട് മാർക്കറ്റിൽ കളിക്കുന്ന ഒരു സാധനം. ഇന്റർനാഷണൽ വേർഷൻ എന്ന് പറയുമ്പോൾ അതിൽ ജപ്പാനുണ്ട്, ഓക്കെ, പിന്നെ അതുപോലെ തന്നെ UK വരുന്നുണ്ട്. ഇതൊക്കെ ഇന്റർനാഷണൽ വേർഷൻ ആണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ ചൂസ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റ് ആണ് കൂടുതൽ, ഒന്ന് UK, ഒന്ന് ജപ്പാൻ. ഈ യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്ന് പറയുന്നത് ജപ്പാനാണ്, കാരണം അവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നതിന്റെ ഗുണമാണ്. ഏറ്റവും ടോപ്പ് ഗ്രേഡ്, ഹയസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്, ഇതിപ്പോ ഞാൻ ഉദാഹരണത്തിന് പറയാം, 14 Pro Max ജപ്പാൻ സ്പെക്ക് ആണ്. ഇത് AS, ഇതിന്റെ മുകളിലോട്ട് ഒരു ഗ്രേഡ് ഇല്ല, ഓക്കെ. അതാണ് ഈ 0 സ്ക്രാച്ച് എന്ന് പറയുന്നത്. അത്രയും ഹയസ്റ്റ് സെലക്ടഡ് സാധനമാണ്, മനസ്സിലായി. റിപ്പയറും കാര്യങ്ങളും ഉള്ളത് ജെനുവിൻ സ്റ്റോക്ക്, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റോക്ക് ആണ്. പ്രൈസും വ്യത്യാസം ഉണ്ടോ, ക്വാളിറ്റിക്ക് അനുസരിച്ച് വേരിയേഷൻ വരും. നല്ല കൈ കഴുകി ഗ്രേഡ് ഇപ്പൊ വ്യത്യാസം വിലകളില് കുറവും കൂടുതലും എല്ലാം ഉണ്ടാവും. ഇപ്പൊ മാർക്കറ്റിൽ 10 കടണെങ്കിൽ 10 വില ആയിരിക്കും, 10 സ്ഥലത്ത് നമ്മൾ വ്ളോഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് നമ്മള് വീഡിയോയിൽ പറയുന്ന ഗ്രേഡുകളും കാര്യങ്ങളുമാണ്. ഇപ്പൊ ഗ്രേഡ് നല്ലതാണ് നമ്മൾ ഗ്രേഡ് നല്ലതെന്ന് പറയും, അതിന് അല്ലെങ്കിൽ നമ്മൾ അല്ലെന്ന് പറയുന്നത്. ഈ സാധനമൊക്കെ ഇപ്പൊ ബ്രോ എടുത്ത് കാണിച്ചു തരുമ്പോൾ ഇത്രയും കണ്ടീഷൻ ആയിട്ടുള്ള സാധനം കാണിച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ 50 dirham കൂടുതലാണെങ്കിലും സാധനങ്ങൾ പറ്റിക്കപ്പെടില്ല. നിങ്ങൾക്ക് ഒറിജിനൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കും. 50 രൂപ ഞാൻ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് കൂട്ടുന്നില്ല, പ്രൈസ് ഉണ്ട്, അതുകൊണ്ടൊന്നും കൂട്ടുന്നു. സെയിം സാധനത്തിന് മാത്രമല്ല. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. വേറെ ഒന്നും കൂടി ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പിന്നെ ഈ UAE വേർഷന് വില കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മള് എടുക്കുന്നത് യൂസ്ഡ് ആണെങ്കിലും ഒരു ഇതുമില്ല, മുൻഗണന. ഇവിടെ വന്നിട്ട് ഇപ്പം ഒരാൾ വിൽക്കാൻ വേണ്ടിട്ട് TRA ആണ് ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കല, എന്ത് TRA, യൂസ്ഡ് നല്ല ഗ്രേഡാണ്, നല്ല ഗ്രേഡ് ആണ്, റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരാൾ വിൽക്കാൻ വന്നാൽ ഞാൻ നോക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ നോക്കും, റിപ്പയർ ഉണ്ടോ, ഒന്നുമില്ല, ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, പാർട്സും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ഓക്കെ. അല്ലാണ്ട് സ്പെക്ക് നോക്കൂല, ബാറ്ററി ഹെൽത്ത് ജസ്റ്റ് നോക്കും, ഓക്കെ. ബിലോ 80 സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രൈസ് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഇത് TRA ആണോ, ഇതിൻ്റെ ഉള്ളിൽ വേറെ TDR അപ്രൂവ് ഉണ്ടോ, ജപ്പാനാണോ, ഇതൊന്നും ഞാൻ നോക്കില്ല. അല്ല ഇത് നോക്കിയിട്ട് TRA പൈസ കുറച്ച് 100 രൂപ കൂട്ടി കൊടുക്കും, ജപ്പാന് കുറച്ച് കൊടുക്കും, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരാൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പറഞ്ഞ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇല്ല. കാരണം ഗ്രേഡ് ആണ്, യൂസ്ഡിൽ ഗ്രേഡ് ആണ് മെയിൻ. അല്ലാണ്ട് അല്ലാണ്ട് പിന്നെ ഇതിൽ സ്പെക്കിൽ ഒരു ഇതുമില്ല, ഒരു സ്പെക്ക്. കുറെ പേരുടെ ഡൗട്ട് പ്രാവശ്യം മാറിയിട്ടുണ്ടാവും അതിന്റെ സ്പെക്കിന്റെ ഒരു വിഷയത്തിൽ. ഞാൻ എടുത്ത് പറഞ്ഞത് ഒരുപാട് ആൾക്കാർ എന്തിനാ കസ്റ്റമർ ഇങ്ങനെ കുഴപ്പിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും അറിയില്ല. പാവം പിടിച്ച ഒരു ചങ്ങായി ആൻഡ്രോയിഡിൽ നിന്ന് ഒരു പിന്നെ ഐഫോൺ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഓൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 100-150 ചോദ്യമായിരിക്കും. ഒരു ഇത് ലാസ്റ്റ് എന്നോട് പറഞ്ഞ് നോക്കിയിട്ട് നല്ല കാഴ്ച തന്നേക്കും. ഞാൻ 1-2 മണിക്കൂർ ഇങ്ങനെ സംസാരിച്ച് വെറുതെ ഒരു കാര്യമില്ലാണ്ടായി. അപ്പൊ എന്നോട് ലാസ്റ്റ് പറഞ്ഞത് നല്ല നോക്കിയിട്ട് തന്നേക്കുന്നവർ നമ്മൾ നല്ലതേ കൊടുക്കൂ. നമുക്ക് ഒരാൾ ഇപ്പം കുറേ കൂട്ടി വെച്ചാൽ അത് ഇത് ഇങ്ങനെയൊക്കെയാണ്, ഒരു 200-300 ഞാൻ ഇത്ര ലാഗ് അടുപ്പിച്ച് പറയുന്നില്ല കേട്ടോ, പറഞ്ഞു തരുന്നു. കാരണം ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുമോ, കാരണം വരുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. ഇത്രയും വെടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് നോക്കുക, 1-2 റിപ്പയർ ആണോ നോക്കുക, കണ്ടീഷൻ, ഓക്കെ, ബാക്കിയൊക്കെ ട്രസ്റ്റ് ആണ്.
ഞാനിപ്പോൾ എന്ത് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ അയച്ചിട്ടില്ല പിടിച്ചിട്ടില്ല, ഞാൻ നമുക്ക് ഒരു 50 റംസിന്റെ ഗ്യാപ്പ്, ഒരു ആകെ ഫോൺ വിറ്റ് കഴിഞ്ഞാൽ 50, മാക്സിമം പോയാൽ 100. പ്രീമിയം മോഡലാണെങ്കിൽ ഒരു 100 റംസ് കിട്ടുന്നതായിരിക്കും. മാന്യമായിട്ടുള്ള ലാഭമാണ്, മാർജിനാണ്. അതിന്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിന് ഞാൻ വെറുതെ കളവ് പറഞ്ഞിട്ട് പാർട്സ് മാറിയിട്ടുണ്ട്, ഒന്നും മാറിയിട്ടില്ല അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ വരും. നിങ്ങളൊരു കെയർ ഓഫിൽ ഒരു കസ്റ്റമർ എനിക്ക് കിട്ടൂല. ഈ 100 ദിർഹംസ് മാത്രമേ എനിക്ക് ഇവിടെ കിട്ടും. അതേ സ്ഥാനത്ത് ജെനുവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ 100-ന് പകരം 150, 200, 300, 400 കിട്ടും. എങ്ങനെ കിട്ടും? മൗത്ത് പബ്ലിസിറ്റി പറഞ്ഞ് കെയർ ഓഫ് ആയിട്ട് അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഗ്രേഡ് നോക്കുക, റിപ്പയറും കാര്യങ്ങളും എടുക്കുക. നിങ്ങൾ സ്പെക്കിൽ നോക്കിയേ വേണ്ട. ലോക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു ഫോണിനും വരുന്നില്ല. ഇന്റർനാഷണൽ വേർഷൻ എല്ലാം നിങ്ങൾക്ക് ഫോണിൽ ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നോക്കാൻ വേണ്ടി പറ്റും. ഫോണിൽ നോക്കാൻ വേണ്ടി പറ്റും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞിട്ട് എബോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കരിയർ ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സിം ലോക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അത് സിം ലോക്കാണ്. അത് സിം ഇട്ടിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലേ പറ്റും. ഈ സിം ലോക്ക് അല്ലാതെ വേറെ ലോക്ക് ഉണ്ട് ഇതിന്? ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ലോക്ക് വരിക? കംപ്ലീറ്റ്ലി ഫോർമാറ്റ് റീസെറ്റ് ചെയ്തിട്ട് വരുന്ന ഇതല്ലേ, രണ്ടാമത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ആപ്പിളിന്റെ ഓരോ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ബഗ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ക്യാമറ കാര്യങ്ങളൊക്കെ ബഗ് ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, റയറാണ്, ചില ആൾക്കാരെ തോന്നലാക്കാം ഹീറ്റിംഗ് ഒക്കെ വരുന്നത്, അതൊക്കെ ഫിക്സ് ചെയ്യും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ വരുന്നതൊക്കെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള വൈഫൈയിൽ നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. 13 സീരീസിൽ കൂടുതലും ഗ്രീൻ ഡിസ്പ്ലേ ലൈൻ ഇങ്ങനെയൊക്കെ വരുന്നത് നാട്ടിൽ നിന്ന് പറയുന്നത് പല ആൾക്കാരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഏതെങ്കിലും നെറ്റ്വർക്കിൽ ചെയ്തിട്ട് MB 3 GB 2 GB കൂട്ടി ഇങ്ങനെ താങ്ങി നിന്നിട്ടില്ല. ഇവിടെ നിന്ന് എടുത്തതിൽ ഇന്നേ വരെ ഈ സമയം വരെയായിട്ട് ഒരു പീസ് പോലും എനിക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല. നാട്ടിൽ കൊണ്ടുപോയത് വന്നിട്ടുണ്ട്. നാട്ടിൽ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്ത ശേഷം വന്ന കേസ് കേട്ടിട്ടുണ്ട്. ഇവിടെ UAE ഇന്നേ വരെ ഒരു പീസ് പോലും ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട് എപ്പോ ഞാൻ നാട്ടിൽ പോയ സമയത്ത്, ഒരു 10 ദിവസം നിന്ന സമയത്ത്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ സ്റ്റിൽ നമ്മൾ ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ വൈഫൈ അപ്ഡേറ്റ് ചെയ്യണം. വൈഫൈ കുറച്ച് നല്ലൊരു ഇതിനിടയിൽ അത് ആ അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് അത് നിൽക്കാതിരിക്കുക. അതെല്ലാം പല ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ ഏതെടുത്ത് നോക്കോ, റീലായിക്കോട്ടെ, ഇനി ഓരോ ആൾക്കാർ പറയുന്ന നാട്ടില് മാത്രമേ വരൂ. ഞാൻ പറയുന്നതിൽ നിങ്ങൾ ഇനിയിപ്പോ ഞാൻ തീരെ ഇല്ല ഒന്നുപോലും വന്നിട്ടില്ലാന്ന് ഞാൻ പറയുന്നില്ലേ, വരാം. പക്ഷെ ഏറ്റവും കൂടുതൽ 99.999% നാട്ടിലുള്ളത് മാത്രമേ ഉള്ളൂ, ഇവിടുന്നില്ല. കാരണം ഞാൻ സ്റ്റിൽ 13 സീരീസ് ഉപയോഗിക്കുന്നത്. എന്റെ അനുഭവം പറയാം. ഇപ്പൊ നമ്മുടെ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ഇവിടുന്ന് എടുത്ത ആൾക്കാര് അങ്ങനെ കംപ്ലൈന്റ് ലൈൻ വന്നു എന്നുള്ള കംപ്ലൈന്റ് ദുബായ് എങ്ങാടി എടുത്തിട്ട് അങ്ങനെ വന്നിട്ടില്ല. എനിക്കൊരു ഇഷ്യൂസ് വന്നിട്ടില്ല. അപ്പൊ അതും കൂടെ പ്രത്യേകം നോക്കി വെച്ചാൽ ആ കാര്യങ്ങൾ പറഞ്ഞില്ലേ. സ്പെക്ക് നോക്കണ്ട, നിങ്ങൾ സാധനം നല്ല ഗ്രേഡ്, നല്ല റിപ്പയർ ചെയ്യാത്ത പീസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റിയ സ്റ്റോക്ക് ഉണ്ട്. ഡെലിവറി ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അയച്ചെന്ന് കംപ്ലീറ്റ് കണ്ടീഷൻ, ഒരു മൈനർ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും അത് പറയാണ്ട് കൊടുക്കലില്ല. ഒരു കസ്റ്റമർ പോലും അവിടെ എത്തിയിട്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ സ്ക്രാച്ച് ഉണ്ടല്ലോ അത് ഇതെന്ന് മറ്റൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും ഇല്ല. ഇൻക്ലൂഡിങ് നമ്മൾ ഏറ്റവും ലോങ് ആയിട്ടുള്ള സൗദിയിൽ പോലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റ് കാണാണ്ടാണ് സൗദിയിലുള്ള കസ്റ്റമർ പോലും എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ വിശ്വസിച്ച് എടുക്കുന്നത് നമ്മൾ അത്രയും, കാരണം സൗദിയിലേക്ക് ഡെലിവറി ചാർജ് തന്നെ 155 ദിർഹംസ് വരുന്നുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം അത്രയും പൈസ കൊടുത്ത് എടുക്കുമ്പോൾ നമ്മൾ അതും കൂടി ചിന്തിക്കുന്നുണ്ട്. ഇത്രയും പേയ്മെന്റ് നമ്മൾ UAE ആണെങ്കിൽ 27 ദിർഹംസിനെ കൊണ്ട് പരിപാടി നടക്കും. പക്ഷേ സൗദിയിൽ അങ്ങനെയല്ല, 155 ദിർഹംസ് ഉണ്ട്. 5 to 7 days വരെ കാത്തുക്കണം. മേ ബി 4 to 5 ഡേയ്സിനുള്ളിൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറോടും കൂടി പറയാം. അപ്പം അത്രയും പ്രോപ്പറായിട്ട് മാത്രമേ കൊടുത്തേക്കൂ. പിന്നെ ഇന്ന് വരെ ഇവിടെ ഒരു സർവീസിലേക്ക് ഒരാളെ കുറിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളും വന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറയാം, പറ്റുന്നതാണെങ്കിൽ. കാരണം നിങ്ങളാണ് നമ്മളെ ഊർജ്ജം, നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട്. നിങ്ങൾ എന്ത് പറയുന്നോ അത് നമ്മൾ എന്താക്കും, നെക്സ്റ്റ് മീറ്റിംഗിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഗൗരവം കണ്ടിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൂടെ, ഫോൺ ഗാരേജിന്റെ ഭാഗത്ത് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, നമ്മൾ ഇത്രയും കാലമായിട്ട് നിങ്ങളെ ഫോളോവേഴ്സാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിൽ വെക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതെല്ലാം കമന്റ് ചെയ്തിക്കട്ടെ. കമന്റ് ചെയ്ത ആൾക്കാരിൽ നമ്മൾ രണ്ടാൾ തെരഞ്ഞെടുത്തിട്ട് വാച്ചിരുന്നു. ക്യാമറയിൽ എന്തുണ്ടല്ലോ, ഓക്കെ പൊടി, അത് കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല സ്റ്റോക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ഗാരേജുമായിട്ട് ബന്ധപ്പെട്ടോ. ഇപ്പൊ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിൽ വ്ളോഗ് ചെയ്യുന്നില്ലേ, ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരുപാട് ഷോപ്പിൽ അത്യാവശ്യം വ്ളോഗ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ പല കാറ്റഗറി ഉള്ളതാണ്. ഓക്കെ, എല്ലാം ജെനുവിനായിട്ട് നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ.
അപ്പം ഞാൻ ഇത് എടുത്ത് പറയുന്നു. അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചോദിച്ചിട്ട് ഓക്കെ ആയിട്ട് എടുക്കുക. നമ്മൾ റിപ്പയർ ചെയ്ത ഒരു ഫോണുകൾ ഇവിടെ വെക്കുന്നില്ല. റിപ്പയർ ചെയ്ത ഫോണുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാറ്ററി ചേഞ്ച് ആയിരിക്കും, അത് കസ്റ്റമറോട് പറയുന്നുണ്ട്. ഇൻ കേസ് റീപ്ലേസ്മെന്റ് ഉള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ എന്തെങ്കിലും അത് പ്രൈസ് ഡ്രോപ്പ് ഇട്ടിട്ട് വളരെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇതിൽ ഡിസ്പ്ലേ ചേഞ്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് അതിന് പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് നല്ല ഓഫറിൽ തന്നെയാണ് ആ സാധനം കൊടുക്കാറ് അല്ലേ. 13 Pro നമ്മൾ 1000 dirhamsനൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് 999 ഒരു വീഡിയോ ഉണ്ടല്ലോ 600-700 dirhams കൊടുത്തത്. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പൊ കമന്റും കാര്യങ്ങളൊക്കെ കിടലായിട്ടോ 13 Pro സീരീസിൽ പ്രൈസ് പറഞ്ഞില്ലേ നമ്മൾ 13 Pro പ്രൈസ് പറഞ്ഞു. ഇനി ഏതാ കൊടുക്കണം? ഇനി ഏതാ കൊടുക്കണ്ട? ഇപ്പൊ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 12 Proന്റെ 13 Pro CPU സ്റ്റോക്ക്. വേറെ കാര്യം പറയട്ടെ, ഇതിൽ ജസ്റ്റ് കംപ്ലൈന്റ് വരുന്നത് കേട്ടല്ലോ, ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നുണ്ടോ? ഇതിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആപ്പിൾ സർട്ടിഫൈഡ്. ഇതിൽ ചിലയിൽ ആപ്പിൾ സർട്ടിഫൈഡ് പ്രീ ഓൺഡ് എന്ന് വരും. ചില ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ പിന്നെ എവിടെ പോനെ സാധനം പോയാ 12 Pro Max Pro കംപ്ലീറ്റ്. ഇത് 12 Pro Max. ഇതിൽ എന്ന് പറഞ്ഞാൽ ആപ്പിൾ സർട്ടിഫൈഡ് റീഫർബ് പലതിൽ ഈ സർട്ടിഫൈഡ് റീഫർബിഷ്ഡ് ആപ്പിളിന്റെ ജെനുവിൻ സർട്ടിഫൈഡ് റീഫർബ്, ആപ്പിൾ തന്നെ റീഫർബ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിനാണ് അവർ 1 year വാറണ്ടി കൊടുക്കുന്നത്. കംപ്ലീറ്റ് വരാതിരിക്കാം. കൂടുതൽ കംപ്ലൈന്റ്സ് വരുന്നത് സെല്ലുലർ ഇഷ്യൂ ആണ്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് വരുന്നത്. അതിന് സൊല്യൂഷൻ ഉണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. ആപ്പിൾ സ്റ്റോറിൽ കൊടുത്താൽ തന്നെ മാറ്റി കിട്ടും. വിത്ത് 1 year ആപ്പിൾ വാറണ്ടി. ഒന്നുകിൽ സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന പോലെ ഇരിക്കും അവിടെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട്. ഇതിപ്പോ ഏത് സ്പെക്ക് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ പോയിട്ട് പറയുന്ന പോലെ ഇരിക്കും. നിങ്ങൾക്ക് സ്പോട്ടിൽ നിന്ന് മാറ്റി തരൂല. ഇപ്പൊ പഴയ പോലെ അല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ സ്പോട്ടിൽ മാറ്റി തരും. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മാറ്റി തരും. ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോ അതൊന്നും ഇല്ല. ഇപ്പൊ മാക്സിമം നമ്മളെ ചൂഷണം ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമ്മളോട് പിരിച്ചുവിടാൻ വേണ്ടി നോക്കുമോ അങ്ങനെ ചെയ്യൂ. പണ്ടൊക്കെ നേരിട്ട് പോലും മതിയായിരുന്നു. ഇപ്പൊ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോവാൻ അല്ലേ. അപ്പൊ ഇത് വരുമ്പോ 2750 1 TB 1 year ആപ്പിൾ വാറണ്ടി. ഇത് വരുമ്പോ 2150 1 year ആപ്പിൾ വാറണ്ടി. 12 Pro Max 256 ആൻഡ് 13 Pro 1 TB 1024 GB. അതിന് പുറമെ വാച്ചിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മാക്ബുക്ക് വേണ്ടവർക്ക് മാക്ബുക്കും ഉണ്ട്. അതായത് ചെറിയ യൂസ്, ലൈറ്റ് യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ലൈറ്റ്, വളരെ ലൈറ്റ് യൂസ്. M2 ആണെന്ന് തോന്നുന്നു. ഇത് M2 ഇത് തന്നെ എയർ M2 2022. ബാറ്ററി ഹെൽത്ത് വരുന്നത് 100 ആണ്. പ്രൈസ് വരുന്നത് 2099 എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ബാറ്ററി ഹെൽത്ത് 8GB SSD 250 SSD M2 ഉണ്ടാവും സാധനം. അപ്പൊ ഫോണിന്റെ പറഞ്ഞു കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ആപ്പിൾ റിലേറ്റഡ് ആയിട്ട് ഫോണോ നമ്മുടെ മാക്ബുക്കോ വാച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റ വിളി ഫോൺ ഗാരേജിൽ 100% ഷുവർ നിങ്ങൾക്ക് സാധനം കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമന്റിൽ എഴുതുക. ഏറ്റവും നല്ല കമന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കാൻ പോകണം. പിന്നെ വാച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വലിയൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഗിവ് അവേ ആയിട്ടല്ല. ഞാൻ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിന് സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂടെ കൂടിയിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാരെ അവർക്ക് നമ്മൾ വാച്ച് കൊടുക്കുക, ഓരോ പ്രാവശ്യം ഇയർബഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് പുറമെ ഇപ്പം കുറച്ചും കൂടി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലുണ്ട് ഒരു സംഭവം. അതിപ്പോ ആരും ചെയ്യാത്തൊരു രീതിയിലേക്കുള്ള ഇതാണ് സംഭവം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ എത്താൻ വേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. കമന്റ് ഇടുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സെറ്റ് ആക്കും. ഗീവ് അവേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിലും നല്ല കിടിലൻ കമന്റും കാര്യങ്ങളുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം കമന്റുകൾക്ക് നമ്മളത് ഇയർബഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിടിലിനാക്കാൻ നമുക്ക് എന്തായാലും ഇപ്രാവശ്യത്തെ ശമ്പളമൊക്കെ കിട്ടിക്കുന്ന റെഡി ആയി നിങ്ങൾ എല്ലാവരും നിൽക്കായിരിക്കും. ഫോൺ ഗാരേജിലേക്ക് പോലെ കിഡിൽ ഓഫറിൽ ഈ സാധനങ്ങളെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു.